100 ഡേയ്സിന് പറഞ്ഞാലോ? അയ്യോ ഗൊണ്ടോള പറഞ്ഞ സാധനത്തിലാണ്. ഈ ഭാഗമാണ് ഇതിൻ്റെ ഏറ്റവും രസം. വെള്ളത്തിൽ ആഞ്ഞ് ചവിട്ടി നീ ഇത് എന്താണ്. ഹായ് ഗൈസ്, വെൽക്കം ടു മൈ നെക്സ്റ്റ് വ്ളോഗ്. ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് എൻ്റെ വീട്ടിൽ തന്നെയാണ്. അപ്പോൾ ഞാനിപ്പോൾ ഇന്ന് വീഡിയോ എന്തിനാണ് സ്റ്റാർട്ട് ചെയ്ത് പറഞ്ഞാൽ ജസ്റ്റ് എൻ്റെ വീടും അതേപോലെ ഞങ്ങളുടെ നെക്സ്റ്റ് ട്രിപ്പിനെ കുറിച്ച് പ്ലാൻ ചെയ്യാനാണ്. അപ്പോൾ ഞാൻ ഫസ്റ്റ് തന്നെ എൻ്റെ വീട് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഇതാണ് എൻ്റെ വീട് ഒറ്റപ്പാലത്താണ്. പാലക്കാട് ജില്ലയിൽ ഒറ്റപ്പാലം എന്ന സ്ഥലത്താണ്. ഞങ്ങൾ 4 പേരാണ് വീട്ടിലുള്ളത്. അപ്പോൾ എൻ്റെ വീട്ടിൽ അമ്മയുണ്ട്, അതേപോലെ തന്നെ വൈഫുണ്ട്, പിന്നെ അച്ഛൻ പുറത്ത് പോയിരിക്കുകയാണ്, കടയിൽ പോയിരിക്കുകയാണ്, എന്തോ സാധനം മേടിക്കാൻ പോയിരിക്കുകയാണ്. പിന്നെ അമ്മ എന്ന് പറയുമ്പോൾ അമ്മ പഴയ ട്രാവലറാണ്. കല്യാണം കഴിയണ മുന്നേ സൗത്ത് ഇന്ത്യ മൊത്തം കറങ്ങിയ ആളാണ്. അമ്മ എവിടേക്കൊക്കെ പോയിട്ടുണ്ട്? ബാംഗ്ലൂര്, പിന്നെ തൃച്ചിനാപ്പള്ളി, തിരുപ്പതി, പഴനി, എൻ്റെ പൊന്നെ, പിന്നെ ഊട്ടി, പിന്നെന്താ ഉടുപ്പി. അപ്പോൾ കല്യാണം കഴിക്കണ മുന്നേ ഇത്രയും സ്ഥലങ്ങൾ കറങ്ങിയ ആളാണ്. അപ്പൊ എൻ്റെ പേര് സുമിത്. എൻ്റെ പേര് നിഹിത. അപ്പോൾ ഞങ്ങളിപ്പോൾ പാലക്കാട് കവയിലേക്ക് പോവുകയാണ്. ഞങ്ങളുടെ നെക്സ്റ്റ് ബാക്ക് പാക്കിംഗ് ട്രിപ്പിനെ കുറിച്ച് പറയാനും പിന്നെ പാലക്കാട് കവ അറിയാത്തവർക്ക് ജസ്റ്റ് അതൊന്ന് കാണിച്ചു തരാനും കൂടി വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് കവയിലേക്ക് പോകല്ലേ? ഓക്കെ, മലമ്പുഴയുടെ ഏകദേശം ബാക്കിലായിട്ട് വരുന്നതാണ് ഈ കവ എന്ന് പറഞ്ഞ സ്ഥലം. നമുക്ക് ഈ പാലക്കാടിന് ബീച്ചൊന്നുമില്ല. അപ്പോൾ ബീച്ചിൻ്റെ അറ്റ്മോസ്ഫിയർ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു പെർഫെക്റ്റ് ഡെസ്റ്റിനേഷൻ തന്നെയാണ് ഈ കവ എന്ന് പറയുന്നത്. ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് ഏകദേശം ഞങ്ങളൊരു 4-5 തവണ അങ്ങോട്ട് പോയിട്ടുണ്ട്. അപ്പോൾ അതും കൂടി നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ അങ്ങോട്ട് പോണത്. ഓക്കെ, അപ്പോൾ പോവല്ലേ? അപ്പോൾ ഞങ്ങൾ മെയിൻ റോഡിലേക്ക് കയറിയിരിക്കുകയാണ്. മെയിൻ റോഡ് പറയുമ്പോൾ ഞങ്ങൾ കൊളപ്പുള്ളി, ഒറ്റപ്പാലം, പാലക്കാട് ഹൈവേ ആണിത്. ഈ ഹൈവേയിൽ ഏറ്റവും ഒരു പ്രധാനപ്പെട്ട ഒരു അമ്പലമാണ് ശ്രീ ചിനക്കത്തൂർ ഭഗവതി ടെമ്പിൾ. ഇവിടെ ഇപ്പോൾ പൂരം നടക്കുകയാണ്. ഇവിടെ 27-ാം തീയതിയും 28-ാം തീയതിയാണ് പൂരം. ഈ പൂരം കഴിഞ്ഞ് നെക്സ്റ്റ് ഡേ ആണ് ഞങ്ങൾ ട്രിപ്പ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഞങ്ങൾ ചിനക്കത്തൂർ കാവ് കഴിഞ്ഞിട്ട് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ് പാലക്കാട് റൂട്ടിലേക്ക്. അപ്പോൾ ഈ ഒറ്റപ്പാലം, കൊളപ്പുള്ളി, പാലക്കാട് റോഡ് എന്ന് പറയുമ്പോൾ അടിപൊളി റോഡാണ്. ഏകദേശം ഒരു വലിയ കുഴികൾ, അതേപോലെ തന്നെ വലിയ ഡാമേജ് ഒന്നും ഇല്ലാത്ത റോഡാണ്. ഇപ്പോൾ പല റോഡുകളും നന്നാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇത് എത്രയോ കാലമായിട്ട് വലിയ ഡാമേജ് ഒന്നും ഇല്ലാതെ, വലിയ ബ്ലോക്ക് ഒന്നും ഇല്ലാതെ പോണ റോഡാണ്. ഏകദേശം എൻ്റെ ഒരു അറിവിൽ ഏകദേശം ഒരു 10-12 കൊല്ലമായിട്ട് ഇതേപോലെ തന്നെയാണ് റോഡ്. വളരെ സ്മൂത്താണ്, വലിയ ബ്ലോക്കുകളൊന്നുമില്ല. ഓക്കെ, അപ്പോൾ ഇപ്പം നമ്മൾ പത്തിരിപ്പാല ടൗൺ എത്തിയിരിക്കുകയാണ്. ഒറ്റപ്പാലം പാലക്കാട് റൂട്ടിൽ അത്യാവശ്യം ഒരു വലിയ ടൗൺ തന്നെയാണ് പത്തിരിപ്പാല. ഇപ്പം നമ്മൾ പത്തിരിപ്പാല കഴിഞ്ഞ് പാലക്കാട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഏകദേശം ഒരു 30 മിനിറ്റോളം ഉണ്ട് നമ്മുടെ കവ എത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ 30 മിനിറ്റ് ഡ്രൈവ് ചെയ്തിട്ട് ഞങ്ങൾ മലമ്പുഴയുടെ ഗേറ്റിൻ്റെ ഫ്രണ്ടിൽ എത്തിയിരിക്കുകയാണ്. ഇപ്പം അത് കാണാനാണ് മലമ്പുഴയുടെ ഫ്രണ്ട് ഗേറ്റ്. ഇത് കൂടെ 2 റോഡ് പോകുന്നുണ്ട്. ഒന്ന് ഈ ഭാഗത്തേക്കും അതേപോലെ തന്നെ ഒന്ന് ഈ ഭാഗത്തേക്കും പോകുന്നുണ്ട്. ഈ ഭാഗത്തേക്ക് പോയാലും മലമ്പുഴയുടെ ബാക്കിലാണ് എത്തുക. അതായത് കവ പറഞ്ഞ സ്ഥലത്തേക്ക് തന്നെയാണ്. ഈ ഭാഗത്ത് കൂടെയും പോവാം. ഈ ഭാഗത്ത് റോഡ് പോകുന്നുണ്ട്. ഇത് വടക്കേ മലമ്പുഴ എന്നാണ് പറയണതും. അതും കവ തന്നെയാണ് പറയണത്. ഓക്കെ, ഇപ്പം നമ്മൾ ഈ ഭാഗത്തേക്കാണ് പോകുന്നത്. അതായത് മലമ്പുഴയുടെ തന്നെ റോപ്പ് വേക്ക് പോകില്ലേ, ആ ഭാഗത്തേക്കാണ് പോകേണ്ടത്. ഈ റോഡ് കൂടെയുള്ള ഡ്രൈവിങ് തന്നെ അടിപൊളിയാണ്. ഒരു സൈഡ് പാറ നമുക്ക് കാണാം. ഡ്രൈവ് ചെയ്യണ ലെഫ്റ്റ് സൈഡ് പാറ, പിന്നെ റോഡ് കഴിഞ്ഞാൽ വെള്ളം, അത് കഴിഞ്ഞാൽ മല. അടിപൊളി സീനിക്കായിട്ടുള്ള റൂട്ട് തന്നെയാണിത്. മലയുടെ മേലെ നീലാകാശം. അടിപൊളി കാഴ്ചകളാണ് ഇവിടെ നമുക്ക് വേണ്ടി കാത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ റൂട്ട് വരിക. വളരെ അടിപൊളിയാണ്, സൂപ്പറാണ്.
അപ്പം ഞാനും നിഹിതയും ഇതാ കവയിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇപ്പം ഞങ്ങളുടെ മുന്നിൽ കാണുന്ന ഇത് തന്നെയാണ് കവയുടെ വ്യൂ. കണ്ടോ, കടലിൽ നിന്ന് വെള്ളം കയറി കിടക്കണ പോലെ തന്നെയുള്ള വ്യൂ ആണ്. ഇതപ്പോൾ ഈ ഫ്രണ്ടിൽ കാണുന്നത് വെസ്റ്റേൺ ഗാർഡ്സിൻ്റെ ഒരു ഭാഗമാണ്. അപ്പോൾ മഴക്കാലത്ത് ഈ മലകളിൽ നിന്നൊക്കെ ഒലിച്ചു വരുന്ന വെള്ളമാണ് ഇവിടെ ഫോം ചെയ്യണത്. അതായത് മലമ്പുഴ ഡാം സ്റ്റോർ ചെയ്ത് വയ്ക്കുകയാണ് ഈ വരുന്ന വെള്ളമൊക്കെ. എന്നിട്ട് വേനൽക്കാലത്ത് ഈ പാലക്കാട് ജില്ലയിൽ എവിടെയൊക്കെ കൃഷി നടക്കുന്നുണ്ടോ അവിടേക്കൊക്കെ കനാലിൽ വഴി പാലക്കാട് ജില്ല മൊത്തം ഈ വാട്ടർ സപ്ലൈ ചെയ്യും. അതിനാണ് ഈ മലമ്പുഴ ഡാം മെയിനായിട്ട് ഇവിടെ ഉണ്ടായതും. അതേപോലെ തന്നെ മെയിനായിട്ട് ഇതിൽ വേറെ ഫിഷ് ഫാമിങ് കൂടെ നടക്കുന്നുണ്ട്. ഇയർലി ഇതിൽ ഫിഷ് ഫാമിങ് നടക്കുന്നുണ്ട്. അന്ന് ഞങ്ങൾ ഇവിടേക്ക് വന്നപ്പോൾ അത്യാവശ്യം നല്ല വെള്ളം ഉണ്ടായിരുന്നു. ഏകദേശം ആ കല്ലൊക്കെ കാണില്ലേ, ആ കല്ലിൻ്റെ അതുവരെ വെള്ളം ഉണ്ടായിരുന്നു. ഇപ്പോൾ അതുവരെ നീണ്ടു പോയി വെള്ളം, കണ്ടില്ലേ. ഇനി ഇത് കമ്മിയായി വരും. കാരണം ഇത് കൃഷി സ്ഥലങ്ങളിലേക്ക് വെള്ളം വിട്ടുകൊണ്ടിരിക്കുകയാണ്. അതേപോലെ തന്നെ ചൂട് കൂടി വരുന്നുണ്ട് പാലക്കാട്. അങ്ങനെ വെള്ളം കമ്മിയായിട്ട് തീരെ വെള്ളമില്ലാതാവും. പിന്നെ അടുത്ത മഴക്കാലത്ത് ഫുള്ളായിട്ട് നിറയും. ഈ വലിയ ഇപ്പം ഞങ്ങൾ നിൽക്കുന്ന സ്ഥലത്തൊക്കെ നല്ല മഴ പെയ്യുന്ന സമയത്ത്, പ്രളയം വരുന്ന സ്ഥലത്ത് ഇവിടെയൊക്കെ വെള്ളമായിരിക്കും. ഞങ്ങൾ നിൽക്കുന്ന ഭാഗമടക്കം അധികം വെള്ളത്തിൽ മുങ്ങിയായിരിക്കും ചിലപ്പോൾ ഉണ്ടാവുക. പിന്നെ വൈകുന്നേരങ്ങളിൽ ഇവിടെ വന്നിരിക്കാൻ നല്ല രസമാണ്. പിന്നെ വൈകുന്നേരം എന്ന് പറയുമ്പോൾ ഇപ്പോൾ ആരും കാണാനില്ല, കാരണം ഉച്ചയാണ്, വെയിൽ കാരണമൊക്കെ ആരും ഇല്ല. വൈകുന്നേരം ആകുമ്പോൾ ഇവിടെ ഒരുപാട് ആൾക്കാരുണ്ടാവും. പിന്നെ പ്രത്യേകിച്ച് സൺഡേ ഒക്കെ ഇവിടെ മലമ്പുഴ ഡാം വന്ന് കണ്ട് അത് കഴിഞ്ഞിട്ട് ഫുഡ് കഴിക്കാനൊക്കെ, ഫുഡ് വീട്ടിൽ നിന്ന് ഉണ്ടാക്കി കൊണ്ടുവന്ന് ഇവിടെ ഇരുന്ന് കഴിക്കുക, അതിനൊക്കെ ആൾക്കാർ വരാറുണ്ട്. അതിനൊക്കെ പറ്റിയ നല്ലൊരു അറ്റ്മോസ്ഫിയറാണ് ഇവിടെ. പിന്നെ ഞങ്ങളിപ്പോൾ ഉച്ചയ്ക്കാണ് വന്നിരിക്കുകയാണെങ്കിലും ഒരു മണിക്കാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത് ഇവിടെ. അതുകൊണ്ടാണ് ഇവിടെ ആരും കാണാത്തത്. 1 മണിക്ക് വന്നാൽ വലിയ ചൂട് ഫീൽ ചെയ്യുന്നില്ല. കാരണം ഈ ചെറിയൊരു അല പോലെ ഈ വെള്ളത്തിൽ വരുന്നുണ്ട്, പ്ലസ് ഒരു കാറ്റും ഒരു തണുപ്പും ഫീൽ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് വലിയ ചൂടൊന്നും ഇവിടെ ഫീൽ ചെയ്യണില്ല. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും ഈ കവയിലേക്ക് വന്നത് കവ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടും അതേപോലെ തന്നെ ഞങ്ങളുടെ നെക്സ്റ്റ് ട്രിപ്പ് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാനും കൂടിയാണ് ഞങ്ങൾ വന്നത്. അപ്പോൾ ഞങ്ങൾ നെക്സ്റ്റ് ട്രിപ്പ് എന്ന് പറഞ്ഞാൽ 100 days അല്ലേ, 100 days ഓൾ ഇന്ത്യ ട്രിപ്പാണ് പ്ലാൻ ചെയ്യണത്. അതിൻ്റെ എവിടെയൊക്കെ പോകും, എങ്ങനെയൊക്കെ പോകുന്നതൊക്കെ ഞങ്ങൾ നിങ്ങളെ അറിയിക്കണമായിരിക്കും ഇനിയുള്ള വീഡിയോസിൽ. അപ്പോൾ ഞങ്ങൾ വളരെ എക്സൈറ്റഡ് ആണ് ഞങ്ങളുടെ 100 days ഞങ്ങളുടെ ട്രിപ്പിനെ കുറിച്ചിട്ട്. ഞങ്ങളൊരു ബാക്ക് പാക്കിംഗ് ട്രിപ്പാണ് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ടാണ് ഞങ്ങൾ ബാക്ക് പാക്കൊക്കെ ആയിട്ട് ഇവിടെ വന്നിരിക്കുന്നത്. അതായത് മാക്സിമം ഞങ്ങൾ വലിയ ഡെസ്റ്റിനേഷനിലേക്കൊക്കെ പോയി അവിടുത്തെ ഫേമസ് ആയ ഹോസ്റ്റൽസ് തിരഞ്ഞിട്ട് ഏറ്റവും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ട്രിപ്പാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ March 1 ഞങ്ങൾ ഷോപ്പ് റെയിൽവേ സ്റ്റേഷനിലാണ് ഞങ്ങൾ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യണത്. March 1 ഓക്കെ. എന്നിട്ട് June 8 വരെയാണ്. അങ്ങനെ ഒരു 100 ദിവസത്തെ ട്രിപ്പാണ് പ്ലാൻ ചെയ്യണത്. അപ്പോൾ എല്ലാവരും നിങ്ങൾ ഞങ്ങളുടെ കൂടെ ഉണ്ടാവണം. ഓക്കെ. അപ്പോൾ ഞങ്ങൾ വളരെ എക്സൈറ്റഡ് ആണ്. പിന്നെ ഞങ്ങൾ ഇന്ന് ബാക്ക് പാക്ക് എന്താ കൊണ്ടുവന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ബാക്ക് പാക്കിനെ കുറിച്ചൊന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ. ബാക്ക് പാക്കിംഗ് ട്രിപ്പ് എന്നാണ്. അപ്പോൾ ഞങ്ങൾ ബാക്ക് പാക്കും കൂടെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നുണ്ട്. ഞങ്ങളുടെ ബാക്ക് പാക്കിൽ എന്തൊക്കെ സാധനങ്ങളുണ്ട്, എന്തൊക്കെ ഗിയേഴ്സാണ് ഞങ്ങൾ കൊണ്ടുപോകുന്നത്, അതേപോലെ തന്നെ ഡ്രസ്സുകൾ എങ്ങനെയാണ് പാക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഞങ്ങളുടെ ബാക്ക് പാക്കിനെ കുറിച്ചെല്ലാം നെക്സ്റ്റ് കാണാം. ഓക്കെ. അപ്പോൾ നമ്മൾ താഴെ ഇറങ്ങി വന്നിരിക്കുകയാണ് ബാഗ് റിവ്യൂ ചെയ്യാൻ. അപ്പോൾ ഇതാണ് 2 ബാക്ക് പാക്ക്. രണ്ടും വൈൽഡ് ക്രാഫ്റ്റിൻ്റെ ബാക്ക് പാക്കാണ്. ഈ ഓറഞ്ച് വന്നിട്ട് നീതയാണ്, ഈ ബ്ലൂ എൻ്റെയാണ്. ഇതിൻ്റെ മെയിൻ ഫീച്ചർ എന്താണെന്ന് പറഞ്ഞാൽ ഇത് രണ്ടിൻ്റെ താഴെ ഇൻബിൽഡ് ആയിട്ടുള്ള റെയിൻ കോട്ട് ഉണ്ട്. അതുകൊണ്ട് ഇൻബിൽഡ് ആയിട്ടുള്ള റെയിൻ കോട്ട് ഉണ്ട്. രണ്ട് ബാഗിലുണ്ട്. ഈ 2 ബാഗിലും ഇൻബിൽഡ് ആയിട്ടുള്ള റെയിൻ കോട്ട് ഉണ്ട്. അതുകൊണ്ട് നമുക്ക് 100% വാട്ടർ പ്രൂഫാണ് ഈ 2 ബാഗും. പിന്നെ നല്ല ക്വാളിറ്റി ബാഗാണ്. എത്ര വെയിറ്റ് ഉണ്ടെങ്കിലും നമുക്ക് അറിയുന്നില്ല, വലിയ വെയിറ്റ് തോന്നുന്നില്ല. എത്ര വേണം, നമ്മൾ സാധാരണ ബാഗിനേക്കാളും വെയിറ്റ് തോന്നുന്നില്ല, തീരെ വെയിറ്റ് തോന്നുന്നില്ല ഈ 2 ബാഗും. ഇനി നമുക്ക് എന്തൊക്കെ ഗിയേഴ്സാണ് ഉപയോഗിക്കണം നോക്കാം. വലിയ ഗിയേഴ്സൊന്നുമില്ല, ചെറിയ ഗിയേഴ്സാണ്. അപ്പോൾ അതൊന്ന് നിങ്ങളൊന്ന് ജസ്റ്റ് പരിചയപ്പെടുത്താം. എന്തൊക്കെ ഗിയേഴ്സാണ് ഞാൻ ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനും യൂസ് ചെയ്യണമെന്ന്. ഓക്കെ. അപ്പോൾ ഞങ്ങൾ യൂസ് ചെയ്യുന്ന പ്രൈമറി ക്യാമറ ഞങ്ങളുടെ പുതിയ ക്യാമറയാണ്. GoPro Hero 9 Black ആണ്. അതായത് നിങ്ങളെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല, അതിൻ്റെ ഇപ്പോൾ പുതിയതായിട്ടുള്ള ഇറങ്ങിയ GoPro തന്നെയാണ്. ഓക്കെ. നമ്മൾ ആ GoProൻ്റെ കൂടെ GoPro മീഡിയ മോഡും കൂടിയും നമ്മൾ മേടിച്ചിട്ടുണ്ട്.
ഓക്കെ. അതിന് നമുക്ക് എക്സ്റ്റേണൽ മൈക്ക് ഫിറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ കുറച്ചും കൂടി ഓഡിയോ ക്ലാരിറ്റിക്ക് വേണ്ടിയിട്ട് നമ്മളൊരു റോഡ് വയർലെസ് ഗോ പറഞ്ഞിട്ടുള്ള മൈക്കും യൂസ് ചെയ്യുന്നുണ്ട്. പ്ലസ് ഗോപ്രോൻ്റെ ഒരു 3-way മൗണ്ട്. നമുക്കിത് സെൽഫി സ്റ്റിക്കായിട്ട് യൂസ് ചെയ്യാം, സെൽഫി വീഡിയോ സ്റ്റിക്കായിട്ട് യൂസ് ചെയ്യാം, എല്ലാത്തിനും യൂസ് ചെയ്യാം. നമുക്ക് കൈ ഇങ്ങനെ കുറേ നേരം പിടിച്ച് കടയണ പകരം നമ്മളിങ്ങനെ പിടിക്കുകയാണെങ്കിൽ ഇങ്ങനെ പിടിച്ച് നമുക്ക് വീഡിയോ എടുക്കാം. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ പ്രൈമറി ക്യാമറ. പിന്നെ ഞങ്ങൾ ഫോണിൻ്റെ ക്യാമറയാണ് പിന്നെ യൂസ് ചെയ്യണത്. അത് 2 ഫോണുണ്ട്. എൻ്റെ ഫോൺ വന്നിട്ട് LG V40 ThinQ, അതേപോലെ തന്നെ സാംസങ് M31 യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ ഈ 3 ക്യാമറ വെച്ചിട്ടാണ് ടോട്ടൽ വീഡിയോസ് എല്ലാം ഷൂട്ട് ചെയ്യാൻ പോണത്. ഓക്കെ, ഇനി ഗിയേഴ്സിലേക്ക് വരാം. ഓക്കെ, പരിചയപ്പെടുത്താൻ പോണത് ഇതൊരു ഗൊറില്ല ട്രൈപോഡാണ്. ഇത് ഗോപ്രോന് മാത്രം ഞാൻ യൂസ് ചെയ്യുന്ന ഒരു ഗൊറില്ല ട്രൈപോഡാണ്. ഇത് നമുക്ക് ട്രാവൽ ചെയ്യുമ്പോൾ ആവശ്യം വരും. പിന്നെ ഞാൻ യൂസ് ചെയ്യണത് ലാപ്ടോപ്പാണ്. ഇത് MI ബ്രാൻഡിൻ്റെ പുതിയതായിട്ട് ഇറങ്ങിയ ലാപ്ടോപ്പാണ്. ഇത് ഗോപ്രോ വീഡിയോസും കാര്യങ്ങളൊക്കെ എഡിറ്റ് ചെയ്യാൻ ഇപ്പോഴത്തെ ബഡ്ജറ്റ് വെച്ചിട്ട് ഒരു മിനിമം ബഡ്ജറ്റ് വെച്ചിട്ട് വീഡിയോസ് എഡിറ്റ് ചെയ്യാൻ പറ്റുന്ന ലാപ്ടോപ്പാണ്. MIയുടെ ബ്രാൻഡ് MI ഹൊറിസോൺ എഡിഷൻ 14 i7 ലാപ്ടോപ്പാണ്. ഇതാണ് ഞാൻ യൂസ് ചെയ്യണത്. പിന്നെ ഗോപ്രോ 9 ബോക്സാണ്. ബോക്സിൽ മെയിനായിട്ട് വരുന്നത് ഗോപ്രോ 9 ബോക്സാണ് നെക്സ്റ്റ് ഉള്ളത്. ഇതിൽ മെയിനായിട്ടുള്ളത് ഗോപ്രോൻ്റെ തന്നെ ഒരു ലൈറ്റ് മോഡുണ്ട്. അല്ലെ നമുക്ക് രാത്രിയൊക്കെ ഷൂട്ട് ചെയ്യണമെങ്കിൽ ഈ ലൈറ്റ് ഓൺ വെച്ചാൽ കുറച്ചും കൂടിയും ക്ലാരിറ്റി ഉണ്ടാവും. പിന്നെ ഗോപ്രോൻ്റെ ഒരു എക്സ്ട്രാ ബാറ്ററി ഉണ്ട്. പിന്നെ ചെറിയ ചെറിയ അക്സസറീസാണ്, മൈക്കിൻ്റെ പൗച്ച് അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഇതിൽ വരുന്നത്. പിന്നെ ഉള്ളത് DJI Osmo Mobile 3 ആണ്. ഗിംബലാണ്. അതായത് നമുക്ക് ഫോൺ വെച്ചിട്ട് അധികം നല്ല സ്റ്റെബിലൈസ് ആയിട്ടുള്ള വീഡിയോസ് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അക്സസറിയാണ് DJI Osmo Mobile Gimbal. ഓക്കെ, ഇതും എൻ്റെ ബാക്ക് പാക്കിലുണ്ട്. പിന്നെ DJI Osmo Mobile Gimbalൻ്റെ ഒരു ട്രൈപോഡുണ്ട്, ഒരു ചെറിയ ട്രൈപോഡുണ്ട്. പിന്നെ ഉള്ളത് നമുക്ക് നമ്മുടെ വീഡിയോസ് എടുക്കണ എല്ലാം സെക്കൻഡറി ബാക്കപ്പായിട്ട് സൂക്ഷിക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു 4 TBയുടെ ഒരു ഹാർഡ് ഡിസ്ക് ഉണ്ട്. 4 TBയുടെ ഹാർഡ് ഡിസ്ക് ഉണ്ട്. അതും എൻ്റെ ബാക്ക് പാക്കിലുണ്ട്. പിന്നെ 20,000 mAh 2 പവർ ബാങ്ക് ഉണ്ട്. പിന്നെ നമുക്ക് വേറെയുള്ളവരുടെ ഹെൽപ്പൊന്നും കൂടാതെ നമുക്ക് അടിപൊളി ഫോട്ടോസ് എടുക്കാം. അതിന് വേണ്ടത് ഒരു ട്രൈപോഡ്, അതേപോലെ തന്നെ ഒരു മോണോപോഡ്, പിന്നെ ഇത് 3 കൂടി കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അടിപൊളിയായിട്ടുള്ള ഫോട്ടോസ് എടുക്കാം. ഇത് 3 കൂടി നമുക്ക് ഇങ്ങനെ കണക്ട് ചെയ്യാം. ഇതിൽ നമുക്ക് ഒരു ഫോൺ ഫിറ്റ് ചെയ്യാം. ഫോൺ ഫിറ്റ് ചെയ്തിട്ട് ഇതൊരു ട്രൈപോഡാണ്. ഇതങ്ങോട്ട് എക്സ്പാൻഡ് ചെയ്തിട്ട് താഴെ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ താഴെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എത്ര മേലെ വേണമെങ്കിലും ഇത് എക്സ്പാൻഡ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റും. കണ്ടില്ലേ? ഇതിൽ തന്നെ ഒരു ബ്ലൂടൂത്ത് ഇതുണ്ട്. ഫോണിൻ്റെ ബ്ലൂടൂത്ത് ഓണാക്കാം, എന്നിട്ട് ഇത് ഓണാക്കാം, എന്നിട്ട് 2 കൂടി കണക്ട് ചെയ്തിട്ട് നമ്മൾ ജസ്റ്റ് ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഫോണിൻ്റെ ക്യാമറ ഫോട്ടോസ് എടുക്കാൻ തുടങ്ങും. ഇത് നമ്മൾ എത്രത്തോളം ക്ലിക്ക് ചെയ്യണം അത്രയും ഫോട്ടോസ് ക്യാമറയിൽ കിട്ടും. അപ്പോൾ ആരുടെ ഒരു ഹെൽപ്പും കൂടാതെ നമുക്ക് നമ്മളുള്ള എത്ര സെൽഫി ഫോട്ടോസ് വേണമെങ്കിലും എടുക്കാം. ഇത് എവിടെ വേണമെങ്കിലും കൊണ്ട് വയ്ക്കാം. അത്യാവശ്യം ഇതിൻ്റെയൊക്കെ റെസിസ്റ്റ് ചെയ്യാനുള്ള കഴിവുണ്ട്. പെട്ടെന്ന് വീഴൊന്നുമില്ല കേട്ടോ. ഇത് എല്ലാം ആമസോണിൽ അവൈലബിൾ ആണ്. നിങ്ങൾ സെർച്ച് ചെയ്ത്, എല്ലാം ആമസോണിൽ നിന്നാണ് ഞാൻ മേടിച്ചത്. അപ്പോൾ സെർച്ച് ചെയ്ത് നിങ്ങൾക്ക് വാങ്ങിക്കാവുന്നതാണ്. പിന്നെ ഉള്ളത് ഒരു ഇതാണ്, ചാർജിങ് അഡാപ്റ്ററാണ്. ഇതിൽ നമുക്ക് ഒരു സമയത്ത് തന്നെ 1 2 3 4 5 6 സാധനങ്ങൾ ഒരുമിച്ച് ചാർജ് ചെയ്യാൻ പറ്റും. ഇത് ഫാസ്റ്റ് ചാർജിങ് അല്ല. നമ്മൾ രാത്രി ഇട്ട് കഴിഞ്ഞാൽ രാവിലേക്ക് ആകുമ്പോഴേക്കും മൊത്തം എല്ലാം ചാർജായി കിട്ടും. പിന്നെ ഒരു പൗച്ചാണ് എല്ലാത്തിൻ്റെയും, ഈ ഗോപ്രോൻ്റെയും മൈക്കിൻ്റെയും പിന്നെ ഗിംബലിൻ്റെയും എല്ലാത്തിൻ്റെയും വയേഴ്സ് വരുന്ന ഒരു പൗച്ചാണ്. ഇതിലാണ് എല്ലാ വയേഴ്സും ഞാൻ ഇടുന്നത്. ഇത്രയാണ് ടോട്ടൽ ഗിയേഴ്സ് ഉള്ളത് എൻ്റെ ബാഗിൽ. പിന്നെ ഞങ്ങൾ 100 ഡേയ്സിക്ക് ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുള്ള ചെറിയ ഒരു 6 ടീഷർട്ട്, 6 കളറിൽ 6 ടീഷർട്ട്, 2 ഷോർട്ട്സ്, 2 പാൻറ്റ്, ഇതാണ് ഞാൻ എടുക്കുന്നത് ആകെ ട്രാവലിങ്ങിന്. ഇത് എല്ലാം ചീപ്പായിട്ടുള്ള സാധനങ്ങളാണ്. 250 300 റേഞ്ചിൻ്റെ ഉള്ളിൽ വരുന്നതാണ്.
ഈ ടീഷർട്ടുകളൊക്കെ. അപ്പോൾ ഞങ്ങൾ ഇനി ട്രാവൽ ചെയ്യുമ്പോൾ ഞങ്ങൾ 100 ദിവസത്തേക്കൊന്നും ഈ ഇത് മാത്രം യൂസ് ചെയ്തിട്ട് പോകാൻ പറ്റില്ല. അപ്പോൾ ഞങ്ങൾ ചില സ്ഥലത്ത് ഇത് ഡിസ്പോസ് ചെയ്തിട്ട് വേറെ ചെറിയ ബഡ്ജറ്റിലുള്ള ഡ്രസ്സുകൾ വാങ്ങിയിട്ട് പോണ സ്ഥലത്ത് ഡിസ്പോസ് ചെയ്തിട്ട് പുതിയ ഡ്രസ്സ് മേടിക്കുക. അതാണ് ഞങ്ങളിപ്പോൾ പ്ലാൻ കേട്ടോ. അപ്പോൾ ബഡ്ജറ്റ് ട്രിപ്പാണ് ഞങ്ങൾ പ്ലാൻ ചെയ്യണത്. അപ്പോൾ ഞങ്ങളുടെ ഗിയേഴ്സൊക്കെ ഞങ്ങൾ പരിചയപ്പെടുത്തി, അതേപോലെ തന്നെ ഞങ്ങൾ കവയും പരിചയപ്പെടുത്തി. ഇനി ഞങ്ങളെ ട്രിപ്പാണ്. നിങ്ങൾ ഞങ്ങളുടെ നെക്സ്റ്റ് വീഡിയോ കാണുമ്പോൾ ഞങ്ങൾ ഞങ്ങളുടെ ട്രിപ്പിലായിരിക്കും. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, എല്ലാം ചെയ്യുക. അപ്പോൾ ഞങ്ങൾ നെക്സ്റ്റ് ട്രിപ്പിൻ്റെ ഓൺ ദ വേ ആയിരിക്കും. അപ്പോൾ നിങ്ങളെല്ലാവരും ഞങ്ങളുടെ നെക്സ്റ്റ് വീഡിയോ കാണണം. ഞങ്ങളുടെ നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ, ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ എല്ലാം ഞങ്ങൾ നെക്സ്റ്റ് വീഡിയോയിൽ പറയണമായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ഗുഡ് ബൈ. ഓക്കെ. അപ്പോൾ ഞങ്ങൾ എന്തായാലും മലമ്പുഴയുടെ അടുത്ത് വന്നാണ്. അപ്പോൾ ഞങ്ങൾ റോപ്പ് വേയിലും കൂടി കയറി പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞങ്ങൾ റോപ്പ് വേയിൽ ഗൊണ്ടോള പറഞ്ഞ സാധനത്തിലാണ് ഇരിക്കണത്. അപ്പോൾ ഞങ്ങൾ ഇതാ പകുതി കഴിഞ്ഞു റോപ്പ് വേ. ഇതാ അപ്പോൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഉച്ച നേരമാണ്, അധികം ആരും ഇല്ല. കുറച്ച് നേരം കൂടി കഴിഞ്ഞാൽ നല്ല ക്യൂ ആയിരിക്കും. ലോക്ക്ഡൗണൊക്കെ കഴിഞ്ഞിട്ട് നല്ല തിരക്കാണ് ഈ റോപ്പിലൊക്കെ ആൾക്കാർ കയറാൻ. കുറേ തവണ മലമ്പുഴയിലേക്ക് വന്നിട്ടുണ്ടെങ്കിലും റോപ്പിൽ ഇതുവരെ കയറാൻ പറ്റില്ല. ആദ്യമായിട്ടാണ് റോപ്പിൽ കയറുന്നത് ഞാനും നീത് അല്ലേ? നീ വേറെ എവിടെയെങ്കിലും റോപ്പിൽ കയറിയിട്ടുണ്ടോ? ഇല്ലല്ലോ. ഇവിടെ ചെറിയ വെള്ളച്ചാട്ടം പോലെ എന്തൊക്കെയാണ് ഉണ്ടാക്കിയത്.